ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള പല ആവശ്യങ്ങളും ഉണ്ട്. ഓരോ വ്യക്തിയും സന്തോഷം കണ്ടെത്തുന്നത് ഓരോ സാഹചര്യത്തിലാണ്. തന്നെയല്ല, അത് പ്രകടിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. പലരും പല രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. രണ്ട് വ്യക്തികൾ തമ്മിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ പല ആറ്റിറ്റ്യൂഡിലാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പങ്കാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ചില രീതികളൊക്കെ ചെയ്യുമ്പോൾ ഏത് ഫാൻറ്റസിയാണ് അതിൻ്റെ പിന്നിലെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഏതൊരു രീതിയാണെങ്കിലും ഏത് മെത്തേഡാണെങ്കിലും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പം അതിനകത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുരുഷൻ്റെ ആരോഗ്യത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്തെ ഒരു പ്രോഗ്രാം ഏത് രീതിയിൽ പോകണം, എത്ര സമയമെടുക്കണം, ഇതെല്ലാം അവൻ്റെ ആ ഒരു സ്റ്റാമിനയെ ആശ്രയിച്ചായിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രീതി കാണും. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മെത്തേഡ് ചെയ്യുമ്പം അതിന് ശരീരത്തിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേകതകളുണ്ട്. കാരണം ഈ സമയത്ത് പെർഫോം ചെയ്യാനുള്ള ഒരു എനർജി ലെവൽ കൂടുതലായിരിക്കും. തന്നെയല്ല, കൺട്രോളിങ് പവറും കൂടുതലായിരിക്കും. ഈ സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കണം. തന്നെയല്ല, ബോഡി കുറച്ചൊക്കെ വാമപ്പ് ആകുകയും വേണം. പുരുഷൻ മാത്രം നിന്നുകൊണ്ട് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇപ്പം നന്നായിട്ട് പ്രണയമുള്ളവരെ നോക്കുവാണെങ്കിൽ അവർ തുടക്കത്തിൽ നിന്നുകൊണ്ട് പല ക്രിയകളും ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ എന്ത് കാര്യം ഷെയർ ചെയ്യാനാണെങ്കിലും ആദ്യത്തെ ആ ഒരു 10 മിനിറ്റ് വളരെ പ്രധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ബാക്കി സമയത്തേക്ക് വേണ്ടുന്ന ആ ഒരു മെൻ്റൽ എനർജി ബ്രെയിൻ സംഭരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. ഇതിനകത്തത് വളരെ കറക്റ്റാണ്. പ്രത്യേകിച്ച് ഫോർ പ്ലേ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല താല്പര്യമുണ്ടെന്നും നല്ല ആകർഷണമുണ്ടെന്നൊക്കെ ഫീൽ ചെയ്യണം. അതുപോലെ മിക്കവാറും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ട് കാണും. അതിനകത്ത് കൂടുതൽ ക്രിയകൾ ചെയ്യുകയും അതിനെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്ത് നോക്കിക്കേ. അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാകും. തന്നെയല്ല, ഒരു പ്രത്യേക ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യും. ഈ സമയത്ത് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മെഡിസിനാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടുന്ന, അതുപോലെ സ്കിന്നിനൊക്കെ നല്ല തിളക്കം നൽകുന്ന മെഡിസിൻ. എനിക്ക് തോന്നുന്നു ഈ സമയത്താണ് വ്യത്യസ്തമായ രീതിയിലുള്ള ചുംബനങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. ആകർഷണം കൂടുതലുള്ളവരാണെങ്കിൽ നാവ് കൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ സമയത്താണ് സന്തോഷത്തിൻ്റെ ഹോർമോണായ എൻഡോർഫിനും സ്നേഹത്തിൻ്റെ ഹോർമോണായ ഓക്സിറ്റോസിനും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പങ്കാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച്, ഈ രണ്ട് ഹോർമോൺസും അവരുടെ സ്കിന്നിൻ്റെ തിളക്കത്തിനും കണ്ണുകളുടെ തിളക്കത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ ഈ സമയത്ത് ഫേസ് കൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും മാറിടത്തിൽ. കാരണം കാമത്തിൻ്റെ ഊർജ്ജത്തെ കൂട്ടുന്ന ചില പ്രഷർ പോയിൻറ്റുകൾ ഫേസ് കൊണ്ട് സ്പർശിക്കാൻ പറ്റും. എന്നുവെച്ചാൽ കാലിൻ്റെ വിരൽ മുതൽ മേൽപോട്ട് കുറേ സമയമെടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിക്കവാറും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്കിങ്ങനെയൊക്കെ ചില പ്രഷർ പോയിൻറ്റുകൾ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ സമയത്തെ സ്പർശനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ച് അതവർ ഉൾക്കൊള്ളുന്നത്. ഈ ഒരു രീതിക്കകത്ത് ആദ്യം മുതൽ അവസാനം വരെ പുരുഷൻ നിന്നുകൊണ്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. എന്നാൽ പങ്കാളിയുടെ പൊസിഷൻ മാറുന്നുണ്ട്. കാലുകളുടെ മസിൽസ് നന്നായിട്ട് റിലാക്സ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ളൊരു മൂടുമാറ്റം വേഗത്തിൽ സാധ്യമാകും. എനിക്ക് തോന്നുന്നു പുരുഷനെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യവും സ്റ്റാമിനയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പൊസിഷനായത്. എനിക്ക് തോന്നുന്നു അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഫാൻറ്റസിയിലുള്ളൊരു വിധേയത്വം ഉണ്ടല്ലോ, അതും പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു പൊസിഷനായത്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ള, ആകർഷണമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതെങ്ങനെങ്കിലും ചെയ്തങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. എന്നുവെച്ചാൽ പങ്കാളിയുടെ റെസ്പോൺസിനനുസരിച്ച് പെർഫോമൻസിൻ്റെ രീതിക്കും മാറ്റം വരുത്തണം. യഥാർത്ഥത്തിൽ നല്ല ശക്തിയുള്ളൊരു പുരുഷനെ സ്ത്രീ കാമിക്കുന്നതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോടാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല കേട്ടോ, ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം നിങ്ങളുടെ പങ്കാളി ഇതിനകത്ത് ഏത് ടൈപ്പാണെന്ന് കണ്ടെത്തണം. ദാമ്പത്യത്തിനകത്തുള്ള സന്തോഷവും സംതൃപ്തിയൊക്കെ കൂടുതൽ നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തുള്ള മിക്കവാറും ഇഷ്ടങ്ങളൊക്കെ തന്നെ ഒരു ഹാബിറ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടായി വരുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ ഭാഗത്തെ സ്പർശനത്തിനും ഓരോ രീതിയിലുള്ള അനുഭൂതിയാണ് വരുന്നത്.
ഇനി പങ്കാളി ഇതിനകത്ത് എത്ര സ്മാർട്ടാണെങ്കിലും എത്ര കഴിവുള്ള ആളാണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ചിന്ത ഇതിനകത്ത് വേണം. എന്നുവെച്ചാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക രീതികളോട് ചില പ്രത്യേക ഭാഗത്തിനോട് ഒരിഷ്ടം ഉണ്ടായിരിക്കണം. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മെത്തേഡിൽ കൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പറ്റും, സമയം കൂട്ടാനും പറ്റും. അതുപോലെ ഈ സമയത്തെ പെർഫോമൻസിൻ്റെ നിയന്ത്രണം മുഴുവൻ അവർ കംപ്ലീറ്റായിട്ട് ഏറ്റെടുക്കുവാണെങ്കിൽ ക്രമേണ ആത്മവിശ്വാസം വർദ്ധിക്കും. അതിനുവേണ്ടി മനസ്സിനെ കൺട്രോൾ ചെയ്യണം, ബ്ലഡ് സർക്കുലേഷനെ കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ ചില ചിന്തകളെ നിയന്ത്രിക്കണം. ഇതെല്ലാം ഒന്നിച്ച് നടക്കണമെങ്കിൽ ശ്വാസത്തെ നിയന്ത്രിച്ചാൽ മതി. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് മാറിടത്തിൽ ചെയ്യുന്ന ചില ക്രിയകൾ പ്രത്യേക രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹാർഡ് നേച്ചറാണോ സോഫ്റ്റ് നേച്ചറാണോ എന്നൊക്കെ ഒരാളിൻ്റെ റെസ്പോൺസ് കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏത് രീതിയാണെങ്കിലും പൂർണ്ണ സംതൃപ്തിക്ക് പങ്കാളിയുടെ റെസ്പോൺസ് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഈ ഒരു രീതിക്കകത്ത് ആ സ്ട്രോക്ക് കൊടുക്കേണ്ട കറക്റ്റ് സ്ഥാനത്തൊന്ന് സ്ട്രോക്ക് കൊടുത്ത് നോക്കിക്കേ. ഈ സമയത്ത് യാതൊരു തരത്തിലുള്ളൊരു ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ ഒരു തടസ്സവും അവിടെ ഉണ്ടാകരുത്. ഈ സമയത്ത് എല്ലാ നാഡീഞരമ്പുകളുടെയും മസിൽസിൻ്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതുപോലെ ഏത് രീതിയാണെങ്കിലും അത് കുറേ സമയം അടുപ്പിച്ച് ചെയ്യുമ്പോൾ പങ്കാളി ഒരു പ്രത്യേക മൂഡിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് നിയന്ത്രിക്കുന്ന ആളിൻ്റെ യുക്തിയാണ് അതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. പങ്കാളിയെ സംബന്ധിച്ച് അവരുടെ ബ്രെയിനിൽ ഈ സമയത്തൊരു ഗിയർ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും അതിൻ്റെ സ്പീഡിനകത്ത് വ്യത്യാസം വരണം. ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ലെവലിലേക്ക് ബ്രെയിൻ സിസ്റ്റം പോകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് സമയം ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് ഇവിടെ കുറച്ച് പ്രാക്ടീസ് വന്നു കഴിയുമ്പോൾ ചില ശബ്ദത്തിൽ കൂടി തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ എപ്പോഴാണോ നമുക്കൊരു ഫിസിക്കൽ കൺട്രോൾ വേണമെന്ന് തോന്നുന്നത് ആ സമയത്ത് ഡീപ്പായിട്ട് മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരാശ്വാസമായി വായിൽ കൂടി പുറത്തേക്ക് വിടണം. ഈ ഒരു കാര്യം 2-3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിൽ വരും. അതുപോലെ പങ്കാളി പൂർണ്ണമായിട്ടും തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രമേ പുരുഷൻ അവൻ്റെ സംതൃപ്തിയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.